ഇവിടെ നിൽക്കുന്നത് ഒരു പാർക്കിംഗ് ലോട്ടിലാണ്. അവിടെ കുറച്ച് പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ തൽക്കാലം ഇപ്പം ആരുമില്ല, വേറെ കാറുകൾ ആരുമില്ല. അപ്പം ഞാനും എൻ്റെ കാറും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതാണ് കിയ സൊറൻറ്റോ. ഇവിടെ ആരോ ഒരു ചെറുതായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചതാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ചെറിയ ഒരു പാട് മാത്രമേ ഉള്ളൂ. വേറെ വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല. വേറെ ഭയങ്കര പാടുകളൊന്നുമില്ല. ചെറിയ രണ്ട് കുത്ത് പോലെ കുറച്ച് പാടുകൾ മാത്രമേ, വേറെ വലിയ സ്ക്രാച്ചുകളോ അങ്ങനെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഈ കാർ എവിടെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ഈ കാർ ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ അസംബിൾ ചെയ്തതാണ് ഈ കാറ്. കിയ മോട്ടേഴ്സ് മാനുഫാക്ചറിങ് ജോർജിയ സ്റ്റേറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന കാറാണ്. എന്നാൽ അത് അസംബിൾ പൂർത്തിയായ ദിവസം എന്ന് എഴുതിയിട്ടുണ്ട്, November 13, 2018. പിന്നെ വെഹിക്കിൾ റേറ്റിംഗ് 5335 പൗണ്ട്. പിന്നെ പെയിൻറ്റിൻ്റെ കോഡ്, ട്രിമ്മിൻ്റെ കോഡ്, പിന്നെ ഫ്രണ്ടിൽ ഇത്ര റേറ്റിങ്, ബാക്കിൽ ഇത്ര റേറ്റിങ്. പിന്നെ അടുത്ത് ടയർ സൈസ് 235 65 17 R17 എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിമ്മിൻ്റെ സൈസാണ് 17, 34 പൗണ്ട് PSI. പിന്നെ ഇതാണ് പിൻ നമ്പർ 5 തുടങ്ങണേ. കിയക്കാർ അസംബിൾ ചെയ്യുന്നതിനാണ് 5. പിന്നെ ചിലതിനൊക്കെ 1 കാണാറുണ്ട് ചില കമ്പനിക്കാരുടെ. ഇപ്പം കമ്പനി അനുസരിച്ച് മാറ്റം വന്നേക്കാം. ഇതാണ് ടയറിൻ്റെ ലോഡിങ് സൈസ്, ടയർ ലോഡിങ് ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എത്ര പ്രഷർ, ഫ്രണ്ടിൽ റിയർ സ്പെയർ ടയറിന് 60 PSI ആണ് പ്രഷർ. അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിനകത്തുണ്ട്. ഞാനിങ്ങനെ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫയലിനകത്താണ് കാറിൻ്റെ പല കാര്യങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് കാറിൻ്റെ വിൻഡോ സ്റ്റിക്കർ. ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് 1.4 ലിറ്റർ ഗ്യാസ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, അതായത് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, അതായത് പെട്രോൾ ഡയറക്റ്റായിട്ട് സിലിണ്ടറിലേക്ക് ചീറ്റിക്കുകയാണ്, ഇഞ്ചക്ട് ചെയ്യുകയാണ്. 4 സിലിണ്ടർ എഞ്ചിനാണ്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, 17 ഇഞ്ച് അലോയ് വീല്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ മുമ്പിൽ 2 എയർ ബാഗുകളുണ്ട്. ഫ്രണ്ടിൽ 2 സീറ്റിലും എയർ ബാഗുകളുണ്ട്. ലെന്ത് കട്ടൻ എയർ ബാഗ്, അതായത് ഇത് കണ്ടല്ലേ, ഇതുപോലെ തന്നെ കട്ടനായിട്ട് ഈ ഭാഗത്ത് എയർ ബാഗുകളുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തും കട്ടനായിട്ട് എയർ ബാഗുകളുണ്ട്. ഞാൻ നോക്കുമ്പോൾ കാണാൻ കണ്ടോ എയർ ബാഗ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ ഒരു വട്ടത്തിൽ. അതേപോലെ തന്നെ ഇവിടെയുണ്ട്, ഈ വട്ടത്തിലും ഈ കാണുന്നതിൽ ഒരു വട്ടത്തിൽ എയർ ബാഗിന് എഴുതിയിട്ടുണ്ട്. ആക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോള്, ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം, അതായത് ടയർ പ്രഷർ കാറിൻ്റെ 4 ടയറിലുള്ള പ്രഷറും മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, കുറവുണ്ടെങ്കിൽ ഒരു വാർണിംഗ് വരും. പിന്നെ ഓരോ ടയറിലെയും പ്രഷർ എത്രയാണെന്ന് ഡിസ്പ്ലേയിൽ കാണിക്കുകയും ചെയ്യും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയർ ആൻഡ് കംഫോർട്ട് കൺവീനിയൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ എയർ കണ്ടീഷനിങ് ഉണ്ട്, പവർ വിൻഡോസ്, പവർ ഡോർ ലോക്ക്, ഔട്ട്സൈഡ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റും പവറാണ്. UVO ഡിസ്പ്ലേ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതായത് ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേ. അതിനകത്ത് AM ഉണ്ട്, FM ഉണ്ട്, MP3, 7 ഇഞ്ച് ടച്ച് സ്ക്രീനാണ്. പിന്നെ റിയർ ക്യാമറയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, സ്മാർട്ട് ഫോൺ ഇൻറ്റഗ്രേഷൻ ഉണ്ട്. അത് പ്ലഗ് ചെയ്യണം. ഫോണുമായിട്ട് കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, USB കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വയർലെസ് ഉണ്ട്. അതിന് കണക്റ്റ് ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഫോൺ പോക്കറ്റിലിട്ടാലും മതി, മാറ്റി വെച്ചാലും മതി, കണക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ എസെൻഷ്യൽ സീറ്റ് ഫാബ്രിക് മെറ്റീരിയൽ, അതെന്നാന്ന് കാണിച്ചു തരാം. ഇതാണ് എസെൻഷ്യൽ സീറ്റ്. ഇവിടെ ഇങ്ങനെ എസെൻഷ്യൽ ഒരു ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ സീറ്റ്. ഇങ്ങനെയുള്ളതിനാണ് എസെൻഷ്യൽ സീറ്റ് എന്ന് പറയുന്നത്.